NCP സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം NCPയിൽ കൃത്യമായൊരു സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതായത് എല്ലാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ യാത്ര ചെയ്യുന്നില്ല, സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നൊരു ആരോപണം വന്നിരുന്നു. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലും ആ ആരോപണം ചർച്ചയായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ അറിഞ്ഞത് പകുതിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകന്മാർ കുറച്ചേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഇന്നത്തെ പോലെ ഇതിലും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ കർമ്മനിരതരായി രംഗത്തിറങ്ങാനുള്ള ദൈനംദിന പരിപാടികളും പദ്ധതികളും ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാതെ ഇതിൽ അതൃപ്തിയല്ല, ഇത് പോരാന്നാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമല്ല, ഇത് പോരാ. ഇനിയും കുറേയും കൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ നല്ല സ്കോപ്പുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലമായ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്ന് വന്നു. അപ്പോഴേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, പിന്നെ LDF പരിപാടികളായി, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരിക്കും ഇനി പെട്ടെന്ന് അടിയന്തര ശ്രദ്ധ അതിനാണ്. എന്നാൽ ദീർഘകാല പദ്ധതി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തകന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ പോലെ നേതാവിനെ മാറ്റി വേറെ നേതാവിനെ വെക്കലോ ഒരാളെ തരം താഴ്ത്തി വേറെ ആളെ ഉയർത്തലോ അല്ല, കൂടുതൽ പ്രവർത്തനം വേണം. ഇപ്പോൾ കാസർഗോഡ് തന്നെ ഉദാഹരണം എടുക്കുക. കഴിഞ്ഞ ഒരു 4-5 വർഷത്തിൻ്റെ അനുഭവം എടുത്തു നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരും നേതാക്കന്മാരും കാസർഗോഡ് ജില്ലയിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്വാഭാവികം ആഗ്രഹിക്കും. ഇതുപോലെ ഞങ്ങൾ തൃപ്തരല്ല, അത് ഒരാളുടെ പ്രവർത്തനത്തിലല്ല, ഇത് പോരാ എന്ന പ്രവർത്തകൻ്റെ ആഗ്രഹമാണ്. അത് തുടർഭരണത്തിൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് NCP ഉള്ളത്. അല്ല, ഒരു സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രചരണ പരിപാടിയിൽ പോലും അദ്ദേഹം പറയുന്നത് ഈ ബഡ്ജറ്റ് ഞങ്ങൾ റദ്ദാക്കും, കിഫ്ബി ഞങ്ങൾ റദ്ദാക്കും, ലൈഫ് പദ്ധതി ഞങ്ങൾ റദ്ദാക്കും. ഇതെല്ലാം റദ്ദാക്കിയതിനുള്ള അനുവാദമാണ് അവർ ജനങ്ങളോട് ചോദിക്കുന്നത്. ഇത് റദ്ദാക്കിയാൽ ഈ ദേശീയപാത എവിടെ എത്തും? ഇത് റദ്ദാക്കിയാൽ 5 ലക്ഷം വീടുകൾ കൊടുത്തതിന് ശേഷം ബാക്കി വീടിന് വേണ്ടി കൊതിക്കുന്ന പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിർത്തലാക്കിയാൽ അത് പാതി വഴിക്ക് നിന്ന് പോകും. ഇത് പാതി വഴിക്ക് നിന്ന് പോകാതിരിക്കണമെങ്കിൽ ഭരണത്തുടർച്ച വേണം. അതുകൊണ്ടാണ് സർക്കാർ ആവിഷ്കരിച്ച പരിപാടികൾ പൂർത്തിയാക്കുന്നതിനാവശ്യമായ തുടർച്ചയായ ഒരു സംവിധാനം ഉണ്ടാകുമെങ്കിൽ സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഭരണത്തുടർച്ച എന്ന ആശയമല്ലാതെ അത്രയും കാലം മുഖ്യമന്ത്രിയും മന്ത്രിയായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ആശയം മാറും. പുതിയതായി വരുന്ന ഒരാൾക്ക് ആശയം മാറുമല്ലോ. അവരുടെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി ഇതൊക്കെ റദ്ദാക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംസ്ഥാന അധ്യക്ഷൻ മാറ്റേണ്ടതുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ ഇല്ലല്ലോ. അല്ല, ഞാൻ നിങ്ങൾ കേട്ടത് ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനേക്കാൾ നന്നായി പ്രവർത്തിക്കണം, ഇതിനേക്കാൾ കുറച്ചും കൂടി ഗംഭീരമാകണം, എല്ലാ ജില്ലയിലും സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി കഴിയണം. അങ്ങനെ നല്ലൊരു പാർട്ടിയായി, കുറേ കൂടി ജനസ്വാധീനമുള്ളൊരു പാർട്ടിയായി, ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി പ്രവർത്തനം നടത്താൻ കഴിയുന്നൊരു നിലയിലേക്ക് വരണമെന്ന്. പല സംസ്ഥാന അധ്യക്ഷന്മാരും ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് MP ഗോവിന്ദമാർ സംസ്ഥാന സെക്രട്ടറിയാണ്, തെരഞ്ഞെടുപ്പ് മത്സരിക്കില്ല. അതുപോലെ തന്നെ അല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും നമ്മുടെ രീതിയും തമ്മിൽ വ്യത്യാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല എന്ന ഒരു കീഴ്വഴക്കമില്ല. ഏതോ ഒരു ഘട്ടത്തിൽ മാത്രമാണ് സഖാവ് ജയരാജന് ഒരു ഇളവ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി ആർക്കും അത് പുതിയൊരു കാര്യമല്ല. അത് ഗോവിന്ദമാഷയുടെ ഒരു പ്രത്യേകത കുറവല്ല. അത് ഒറ്റ ഘട്ടത്തിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അത് അനിവാര്യമായ ഒരു ഘട്ടം വരുമ്പോൾ എല്ലാ പാർട്ടിക്കും അങ്ങനെ ചില അടിയന്തര തീരുമാനവും പ്രത്യേക സവിശേഷ തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾക്കാകെ 3 സീറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് തലമുണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.